ഹലോ ഗൈസ്, എൻ്റെ കൂടെ നിങ്ങളെ ഷെഡേഴ്സ് കാണാൻ ഞാനിതാ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റില്ല. മക്കൾക്ക് രണ്ടാക്കും നല്ല പനിയാണ്. എനക്കാണെങ്കിൽ എന്താ പറയുക, തൊണ്ടക്ക് കിച്ച് കിച്ച് അങ്ങനെ തന്നെയല്ലേ പറയുക, കിച്ച് കിച്ച് എന്ന് അങ്ങനെയായിട്ടാന്ന് തോന്നുക എന്തെങ്കിലാട്ട്. എന്തായാലും ഇന്നത്തേത് ഗോൾഡ് വീഡിയോ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുമ്പേ ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഗോൾഡ് കാണിക്കാമെന്ന് പറയുന്നത് അത്ര വലിയ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇതിന് ഭയങ്കര നെഗറ്റീവ് വരും, അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമല്ല, എൻ്റെ ഉമ്മ പറയും എന്തിനാ ഗോൾഡ് വീഡിയോ ഒക്കെ കൊടുത്തിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കൃകൃന്നാക്കും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഉമ്മ പറയും കള്ളം കയറുമെന്ന്. കള്ളനൊന്നും കയറല്ല, ഇവിടെ ക്യാമറ എല്ലാം ഫുൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കയറാനൊന്നും കഴിയില്ല. പിന്നെ അതുമല്ല, ഇനി കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തച്ച് കൊല്ലെല്ലാം ഉണ്ടാകുക. നീ പറഞ്ഞാൽ കേൾക്കൂല, നിൻ്റെ കൂടെ വീട് ഇടണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുക, നീ അങ്ങ് ഇട്ടില്ലേ എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും കൽമ്പും കേട്ടാ. പിന്നെ അതുമല്ല, ഇനി കാണിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഇതിവിടെ വെക്കുകയും ചെയ്യില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവുക. 2-3 ദിവസമായി ഈ മക്കൾക്ക് പനിയെല്ലാം ആയിട്ട് ഇതായിട്ടുള്ളത്. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ഒന്നുമില്ല. എനക്കാണെങ്കിൽ എന്തായാലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു വീഡിയോ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പോട്ട് 3-ാമത്തെ ദിവസമെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഗോൾഡ് കാണിക്കാമെന്നെല്ലാം വിചാരിച്ചത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൈ നിറയെ വള ഇടുക എന്നത്. അപ്പോൾ കല്യാണ സമയത്തൊന്നും കൈ നിറയെ വള ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ കൈയില്ലെന്ന്. അന്ന് കയ്യിലുണ്ട്, പക്ഷേ വള കുറഞ്ഞു പോയി കേട്ടോ. പേണ് കൂടുതൽ മാലയിലേക്കും തെറ്റിയിട്ടൊന്നുമില്ല, നെക്ലേസിലേക്കും പോയി കേട്ടോ. അപ്പോൾ വള കുറഞ്ഞു പോയില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, പിന്നെയും സമയമായിട്ട് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടാമെന്ന് അങ്ങനെ വിചാരിച്ച് നിന്നല്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ ഉമ്മയും ഇളയമ്മമാരൊക്കെ കൈ നിറയെ വള ഇടുന്നവരാണ്. അവരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഉമ്മയും വേറെ ഒരു ഇളയമ്മയുണ്ട്. ഞാൻ ദുബൈയിലെല്ലാം പോയാൽ ആ ഒരു ഇളയമ്മൻ്റെ റൂമിൽ പോക്കില്ലേ, ആ ഒരു ഇളയമ്മയും കൈ നിറയെ ഇങ്ങനത്തെ വള ഇടാറുണ്ട്, ഇത് കമ്പി വള, നല്ല രസമാണ്. പിന്നെ ഉമ്മ 10 വള ഇടാറുണ്ടേനു. പിന്നെ നമ്മളെ 3 പെൺമക്കൾ ഇപ്പം കല്യാണം കഴിഞ്ഞുകൊണ്ട് ഉമ്മ അതിൽ നിന്നൊക്കെ കുറച്ച് തന്നുകൊണ്ട് ഉമ്മക്ക് ആ 10 കമ്പി വള ഇപ്പില്ല, അതിന് പകരം വേറെ വളയാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ ഉമ്മ ഇട്ടിട്ട്, പിന്നെ ഇളയമ്മ ഇടലുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ സ്ഥിരം ഇടുന്ന ആൾക്കാരാണ്, കഴിക്കാറേ ഇല്ല. ആമ്മക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനക്ക് ഓർമ്മ ഉണ്ട് ആമ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ആമ മീൻസ് ഇളയമ്മട്ട, അമ്മേൻ്റെ അനിയത്തി. അപ്പോൾ നല്ല രസമാണ് ഇട്ടിട്ട് കാണാൻ. അപ്പോൾ എനിക്കൊരു മോഹം ഇതേപോലത്തെ കമ്പി വള വേണമെന്ന്, അതേപോലത്തെ ഇല്ലെങ്കിൽ കമ്പി വള എന്തായാലും വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തേ, കമ്പി വള വാങ്ങിച്ചേട്ടെ. പിന്നെ ഇങ്ങനെ ഒപ്പരം വാങ്ങിച്ചിട്ടില്ല, വാങ്ങാൻ പറ്റുമ്പോൾ അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ എന്താ പറയുക, അന്ന് എവിടെ എത്തിയാളി പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മോള് വരക്കുന്നതുകൊണ്ട് തെറ്റിപ്പോയിട്ടില്ല, പക്ഷെ നിന്ന് പോയി കേട്ടു, ചെക്കായി പോയിട്ട്. എവിടെയോ പറഞ്ഞു വെച്ചാൽ വൈറ്റ് ഗോൾഡിൻ്റെ വളൻ്റെ ഇവിടെ നിന്നൊക്കെ ഭയങ്കര ഇഷ്ടം. മറ്റേതാകുമ്പോൾ വെറും ഗോൾഡ് മാത്രമാകുമ്പോൾ കാണാൻ അത്ര വൃത്തി ഉണ്ടാവില്ല. അതിൻ്റെ പുറം വൈറ്റും കൂടി ചേരുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും, കൈക്കിട്ടാൽ. ഇതെല്ലാം ഒരുമിച്ചിട്ട് സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതേനു. മുമ്പ് 2-3 കൊല്ലം ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട്, അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി. എല്ലാം ഇടുമ്പോൾ പാത്രം കയറുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ അങ്ങ് അയച്ച് വെച്ച് ഇപ്പോൾ ഒന്ന് മാത്രം ആക്കി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുറിഞ്ഞു പോവില്ല, ഒടിഞ്ഞു പോവില്ല. ഇട്ടാൽ കൈക്ക് നല്ല വൃത്തി ഉണ്ടാവും. മറ്റേ വളനെക്കാട്ടി ഇട്ടാൽ വൃത്തി കമ്പി വളയാന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിക്കുമ്പോൾ ആ വൈറ്റും കൂടി ചേർന്നിട്ട് ഉള്ള വള വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കൈ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. വളയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? മാലയാണോ അല്ലെങ്കിൽ കൈ നിറയെ വള ഇടാനാണോ? ചിലർക്ക് മാല നിറയെ ഇടാൻ ഇഷ്ടമുണ്ടാവില്ലേ, അതേപോലെ റിങ് ഞാൻ മുമ്പൊക്കെ ഇടാറുണ്ട്, കൈ നിറയെ ഇടും. പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം, വീഡിയോൻ്റെ ഹാൻഡിൽ പറഞ്ഞിരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ആക്കുക. അതൊക്കെ ഒരു സംഭവമാണ് മക്കളെ. ജ്വല്ലറിയിൽ പോയാൽ ഞാൻ വേഗം പോയി നോക്കാം വളയാന്ന്.
വാങ്ങിക്കുന്നില്ലെങ്കിൽ വള എനിക്ക് നോക്കണം. അത് നോക്കിയാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. എന്നിട്ടേ ഞാൻ മറ്റുള്ളതെല്ലാം നോക്കും. ഇനി വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയാൽ ഞാൻ വേഗം വളയാന്ന് വാങ്ങിയിട്ട് വരാം. എന്നിട്ട് എന്നോട് ആരോ പറയും, ഇതെന്തിനാ ഇങ്ങനെ വള വാങ്ങിക്കുന്നതെന്ന്. എനിക്ക് എന്താണെന്നറിയില്ല, വളൻ്റെയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. വളകൾ ഇടുമ്പോൾ സെറ്റായിട്ട് ഇടണം, ഒരേ ഡിസൈനിൽ. അതാണ് കൈക്ക് കൂടുതൽ വൃത്തി ഉണ്ടാവുക. എൻ്റെ ഇളയമ്മ പറയൂ, നിനക്കിതെല്ലാം കൊടുത്തിട്ട് ഒരു പോലത്തെ ആക്കിക്കൂടെ എന്ന്. ഇനി എൻ്റെ ഒരു പോലത്തെ ആക്കൽ അല്ലേ. അന്ന് എനിക്കൊരു പൂതി വന്നേരം ഇങ്ങനെ കമ്പി വളയെല്ലാം വാങ്ങി വെച്ചാന്ന് എൻ്റെ മൂഡ് എടുക്കൽ ഇങ്ങനെ ചേഞ്ചോ അങ്ങനത്തെയാന്ന് ഞാൻ. ഇപ്പം പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോൾ ഗോൾഡിനോടെല്ലാം ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്നൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. നമ്മൾ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നമുക്കത് വാങ്ങിക്കാൻ പിന്നെയും പിന്നെയും കഴിയും. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ നമ്മളൊരു സാധനം വാങ്ങിക്കൂ. നമുക്ക് അതിനോട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കോ ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ എന്താണ് പറയാം, ഇനി പോകുന്നത് കമ്പിവള. കമ്പിവള ഒരു വല്ലാതൊരു കമ്പിവള റബ്ബേ, എന്താ ചെയ്യുക. അങ്ങനെ എല്ലാം പല കോലത്തിലാണുള്ളത് കേട്ടാ. പിന്നെ ഒടിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കുറേ ആയി കേട്ടാ, ഏകദേശം എത്ര കൊല്ലമായി, ഒരു 8 കൊല്ലമായിട്ടായി തോന്നുന്നല്ലേ. 8-9 കൊല്ലമായിട്ടായും തോന്നുന്നു കമ്പിവള എൻ്റെ കയ്യിൽ വന്നിട്ട്. ആയും തോന്നുന്നു, ഞാൻ മാറ്റിയിട്ടേ ഇല്ല. കമ്പിവള അന്ന് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതല്ലേ, പിന്നെ ഞാനതൊന്നും ഒഴിവാക്കിയിട്ടില്ല. നല്ല രസമാണ്. എനിക്ക് കൂടുതലുണ്ട് കേട്ടോ കമ്പിവള. കമ്പിവളയിൽ നിന്ന് എനിക്ക് ഏകദേശം ഇപ്പോൾ 1-2 കുറഞ്ഞു പോയി കിട്ടു. പിന്നെ എനിക്ക് 10 കമ്പിവള ഇടാനാണ് ഇഷ്ടം. പക്ഷെ 10 ആക്കിയിട്ടില്ല. ഒരു 9 വാങ്ങി വെച്ചിനു. അതിൽ നിന്ന് 2 പോയാൽ 2 പോയെന്ന് തോന്നും. വളകൾ ഞാനിങ്ങനെ ചെറിയ സൈസിലാണ് വാങ്ങിക്കുക. ഇടുമ്പോൾ ഇങ്ങനെ തിക്കി ഇടണം. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല തന്നെയല്ലേ, വൃത്തിയില്ലേ. വളകൾ എല്ലാവരുടെ കൈ കിട്ടാലും നല്ല വൃത്തി ഉണ്ടാവും, നല്ല രസമാണ് കാണാൻ. എനിക്കിഷ്ടമാണ് കേട്ടാ. നിങ്ങളത് എന്താണെന്നുള്ളത് കമൻ്റ് ആക്കണേ. കമൻ്റ് ആക്കിയാലല്ലേ ഞാൻ അറിയൂ. ഇനി റിങ്ങിൻ്റെ ഒരു കാര്യം പറയാനുണ്ടല്ലേ, അത് പറഞ്ഞില്ലല്ലോ. എനിക്ക് റിങ് ഭയങ്കര ഇഷ്ടമാണേ. ഞാൻ റിങ് ഇങ്ങനെ കുറേ ഇടും, ഒരു വിരലിൽ തന്നെ 2 ഇടും. അങ്ങനെ അത് ഇട്ട് അവസാനം എൻ്റെ കൈക്ക് മൊത്തം ചൊറിച്ചൽ വന്നിട്ട്. റബ്ബല്ലാലമിനെ തമ്പുരാനെ, വല്ലത്ത് കൈ. അതാ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കൊപ്രായെല്ലാം കാണിക്കുന്നില്ല അതിനെ കൊണ്ടത് ഭയങ്കര ചൊറിച്ചൽ. എന്താണെന്നറിയില്ല, എനിക്ക് റിങ് ഇടാൻ പറ്റൂല. അങ്ങനെ ഞാൻ അത് ഊരിയിട്ട് അവിടെ ഇവിടെയെല്ലാം കഴിച്ച് വെക്കും. പിന്നെ റിങ് ഇട്ടാൽ കൂടുതലിരിക്കും ചൊറിച്ചൽ. വലത്ത് കൈയിലാണ് കൂടുതൽ ഉണ്ടാവാറ്, വലത്ത് കൈൻ്റെ ആ വിരലിന് മൊത്തം. പിന്നെ ചില സമയം അധികം അതിനുണ്ടെങ്കിൽ ഇടത് കൈയിലേക്കും വരും. എന്താണെന്നറിയില്ല, റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അയച്ച് വെച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ അതിന് ശേഷം എനിക്ക് റിങ്ങിൻ്റോടുള്ള ഇഷ്ടം കുറഞ്ഞ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മളൊരു സാധനം വാങ്ങിക്കുക, കൂടുതൽ ഇഷ്ടമാകുമ്പോൾ. അതെല്ലാം അങ്ങനെ തന്നെയാണ്, ഗോൾഡ് മാത്രമല്ല കേട്ടാ. ഇഷ്ടം കുറയുമ്പോൾ നമ്മളത് വാങ്ങിക്കൽ കുറയും. ഇപ്പം പിന്നെ റിങ്ങിൻ്റോട് അങ്ങനെ ഇതേ ഉള്ളൂ എനിക്ക്. പിന്നെ ചൊറിച്ചൽ പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലായിട്ട് റിങ് വാങ്ങിയിടും ഞാൻ. അങ്ങനെയാണ് എൻ്റെ സുക്കേട്. പിന്നെ എന്താ പറയാനുള്ളത്. ഇനിയാണ് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ പോകുന്നത്. ഗോൾഡ് വീഡിയോ കൊടുത്തിനെന്ന് കരുതി നിങ്ങളത് വേറൊരു അർത്ഥത്തിൽ നിന്ന് എടുക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് എന്തായാലും 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ 4-മത്തെ ദിവസം അതിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ വരിസ്റ്റഡിയോയിൽ കയറിയാൽ മതി. ആകെ ഡീമോട്ടിവേഷൻ ആയിപ്പോവും. പിന്നെ ഇടയ്ക്കെല്ലാം ഒന്ന് വീഡിയോ മാറ്റി പിടിക്കണ്ടേ, കാണുന്നവർക്ക് ബോറ് പിടിക്കൂലേ അല്ലേ. പിന്നെ ചിലവർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോ പോലെ ഇഷ്ടം ഗോൾഡ് കാണാനൊക്കെ. ഇതൊക്കെ എന്നോട് മുമ്പേ പിന്നെ ചോദിച്ചൊരു കാര്യമാണ്. പിന്നെ എനിക്കൊരു മടി, എന്താ അപ്പോൾ ആൾക്കാർ വിചാരിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ ആ സൈഡ് ഈ സൈഡ് മറ്റേ സൈഡൊന്നും കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെന്തിനാണ് യൂട്യൂബിൽ കയറുന്നത്, നമ്മളെ വീഡിയോസെല്ലാം ഓടിപ്പിക്കാൻ തന്നെയല്ലേ അല്ലേ. അങ്ങനെല്ലാം തന്നെയാണ്. അപ്പോൾ നിങ്ങളത് വേറൊരർത്ഥത്തിൽ എടുക്കരുതേ പ്ലീസ്. പിന്നെ എന്താ അപ്പോൾ പറയാനുള്ളത്, കൂടുതലൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു റബ്ബേ.
പിന്നെ എന്നോട് പറയും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലെങ്ത്തെല്ലാം കൂടിക്കൂടെ, എന്തിനാ നിങ്ങളിങ്ങനെ കുറക്കുന്നത്, നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്ന് പോകുന്നതെന്ന്. എനിക്ക് എന്താണെന്നറിയില്ല, വീഡിയോ ഇങ്ങനെ കുറേ ലാഗാക്കുന്നത് എന്തോ പോലെ. അതുകൊണ്ടാണ് ഇതിപ്പം എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തേൽ വന്നത് കേട്ടാ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ പിടിച്ച് തന്നു. എനിക്ക് നാളെ ഒരു വീഡിയോ കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട്. പിന്നെ മക്കൾക്കെല്ലാം ഇങ്ങനെയാണ് പനി കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ള വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ ശരി, ഓക്കെ ഓക്കെ ഓക്കെ.